ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങളിൽ ആവശ്യമാണെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ കടന്നുപോകുന്ന എണ്ണക്കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന അകമ്പടി നൽകുമെന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. ഗൾഫ് മേഖലയിലെ സമുദ്ര വ്യാപാരത്തിന് പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസും സാമ്പത്തിക ഗ്യാരണ്ടിയും നൽകാൻ US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനോട് ഉത്തരവിട്ടതായും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയും പ്രധാന ജലപാതകളിൽ കൂടിയുള്ള കപ്പൽ യാത്രകൾക്ക് അപകട സാധ്യതകൾ കൂടി വരികയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കുതിച്ചുയരുന്ന ഊർജ്ജ വില നിയന്ത്രിക്കാൻ ഭരണകൂടം ഇതുവരെ എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നടപടികളിൽ ഒന്നാണ് പ്രസിഡന്റിന്റെ ഈ നീക്കം. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേൽ അമേരിക്കൻ സേനകൾ ഇറാനെതിരെ സംയുക്ത ആക്രമണം തുടങ്ങിയതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചു കയറിയിരുന്നു. അതേ തുടർന്നുണ്ടായ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണക്കപ്പൽ ഗതാഗതത്തെയും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക പറയുന്ന സൈനിക അകമ്പടിയും DFCയുടെ ഇൻഷുറൻസ് പിന്തുണയും വിലക്കയറ്റം തടയാൻ മതിയാകുമോ എന്ന കാര്യത്തിൽ കപ്പൽ ഉടമകളും വിശകലന വിദഗ്ധരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളിലെ പദ്ധതികളെ പിന്തുണക്കുന്നതിനായി സ്വകാര്യ നിക്ഷേപകരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഏജൻസിയാണ് DFC എന്ന ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ. 2019 ഇത് സ്ഥാപിതമായത്. അമേരിക്കൻ സ്വദേശികൾക്കുള്ള ഇന്ധന ചെലവ് കുറയ്ക്കുക എന്നത് തന്റെ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യമായി ഡൊണാൾഡ് ട്രംപ് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ആഗോള അസംസ്കൃത എണ്ണ വിതരണത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തികവും സൈനികവുമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ട്രംപ് തയ്യാറാണെന്നാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത്. അമേരിക്കക്കാർക്ക് കുറച്ചുകാലം ഉയർന്ന എണ്ണവില സഹിക്കേണ്ടി വന്നേക്കാം. എന്നാൽ യുദ്ധം അവസാനിക്കുന്നതോടെ വില മുമ്പത്തേക്കാളും താഴുമെന്ന് വിശ്വസിക്കുന്നതായും ട്രംപ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇറാനും ഒമാനും ഇടയിലുള്ള ഒരു പ്രധാന കടലിടുക്കായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ എണ്ണ കയറ്റുമതി വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണയുടെ 1/5 കയറ്റുമതി ചെയ്യുന്നത് ഇവിടെയാണ്. നിരവധി ടാങ്കറുകൾക്ക് ഇറാന്റെ ആക്രമണങ്ങളിൽ കേടുപാടുകൾ പറ്റിയിട്ടുമുണ്ട്. യുദ്ധസാധ്യത കണക്കിലെടുത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുത്തനെ കൂട്ടിയത് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറുള്ള കപ്പലുകളുടെ ചെലവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചില കപ്പൽ ഓപ്പറേറ്റർമാർ യാത്രകൾ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള വഴികൾ തേടുകയോ ചെയ്യുകയാണ്. നേരത്തെയും എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക ഇൻഷുറൻസ് പിന്തുണ നൽകിയിരുന്നു. 1980 ഇറാൻ ഇറാഖ് യുദ്ധസമയത്തും 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷവും അമേരിക്ക സമാനമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ പദ്ധതി കൊണ്ട് കപ്പൽ ഉടമകൾക്ക് ആശ്വാസം ലഭിക്കില്ല എന്നാണ് വിലയിരുത്തൽ. കാരണം എണ്ണയുമായി വരുന്ന കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ആവശ്യമായ യുദ്ധക്കപ്പലുകളുടെ എണ്ണം നിലവിൽ പരിമിതമാണ്. തിങ്കളാഴ്ചത്തെ കണക്കുകൾ അനുസരിച്ച് അമേരിക്കൻ നാവികസേനയുടെ 12 യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലുണ്ട്. എന്നാൽ ഇവയിൽ ചിലത് ഇറാനെതിരെ ആക്രമണം നടത്താനും അവരുടെ മിസൈലുകൾ പ്രതിരോധിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. എണ്ണക്കപ്പലുകൾക്ക് അകമ്പടി പോകാൻ ഇനിയും വലിയ തോതിൽ തന്നെ കപ്പലുകൾ ഈ മേഖലയിലേക്ക് അമേരിക്കയ്ക്ക് എത്തിക്കേണ്ടതായി വരും.